നമസ്കാരം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി ഇപ്പോൾ അവരുടെ നില, അവരുടെ ജീവിതം മനോഹരമാണ്, സുഭദ്രമാണ്. പ്രത്യേകിച്ചും ഖൻഗദ് യുദ്ധത്തിനും അതിനെ തുടർന്നുണ്ടായ ഖുറൈള ഗോത്രത്തിൻ്റെ നിഷ്കാസനത്തിനും ശേഷം ആണത് സംഭവിച്ചത്. സുഖകരമായിട്ടുള്ള ജീവിതം. അറേബ്യൻ ഉപദ്വീപിൽപ്പെട്ട സകല ആളുകളും സത്യത്തിൽ അവരെ ഭയപ്പെടാൻ തുടങ്ങിയെന്നുള്ളതാണ് സത്യം. നബി തിരുമേനിയുമായിട്ട് സമാധാന സന്ധി അതല്ലേ നല്ലത് എന്ന് ചിന്തിക്കാൻ മക്കയിലെ ഖുറൈശികൾ പോലും പലരും സന്നദ്ധരായി തീർന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ആരാണ് നബി തിരുമേനി? ആത്യന്തികമായിട്ട് അദ്ദേഹം ഖുറൈശിയാണ്. ഖുറൈശി ഗോത്രത്തിൽ അംഗമാണ്. ഹാഷിം കുടുംബാംഗമാണ്. അവിടെയുള്ള മുസ്ലിം നേതാക്കന്മാരാരാണ്? അബൂബക്കറാകട്ടെ, അലിയാകട്ടെ, ഹംസയാകട്ടെ, അവരെല്ലാവരും ആ മുഹാജിറുകൾ എല്ലാവരും മക്കയിലുള്ള ഖുറൈശികളാണ്. അവർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി മക്കയിലെ ഖുറൈശികൾ. ആ നിലയ്ക്ക് ഇന്നത്തെ സാഹചര്യം കൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അകന്നു നിൽക്കുന്നു എങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ നബി തിരുമേനി. ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇനിയും യുദ്ധങ്ങൾക്ക് മേലെ യുദ്ധങ്ങൾ, അതിൻ്റെ കെടുതികൾ ആരും നേടുന്നില്ല. അങ്ങനെയുള്ള കെടുതികളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് എന്തിനാണ് തങ്ങളുടെ സഹോദരന്മാരെ, ഖുറൈശി ഗോത്രത്തിൽ തന്നെപ്പെട്ട ആളുകളെ, മക്കയിൽ നിന്ന് പലായനം ചെയ്തവിടെ മുഹാജിറുകളായിട്ട് ജീവിക്കുന്ന ആളുകളെ എന്തിനാണ് നമ്മൾ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്? അവരാൽ എന്തിനാണ് നമ്മൾ സങ്കടം ഏറ്റുവാങ്ങുന്നത്? ആയതുകൊണ്ട് തന്നെ ഒരു സന്ധി, ഒരു സമാധാന സന്ധി, അവരവരുടെ വഴിക്ക്, മക്കയിലുള്ള ഖുറൈശികൾ അവരുടെ വഴിക്ക് എന്ന രീതിയിലുള്ളൊരു സമാധാന സന്ധി അത്യന്താപേക്ഷിതമാണിപ്പോൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങി മക്കയിലുള്ള പല ആളുകൾ. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമാധാന സന്ധി ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും, രണ്ടു കൂട്ടർക്കും ഗുണകരമാകുന്നതാണ്. ഇന്നിപ്പോ മക്കയിലെ വ്യാപാരം ആകെ കൂടി അവിടെ വ്യാപാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപാരം എല്ലാം മുടങ്ങി. സാമ്പത്തികമായിട്ട് അവർക്ക് കഷ്ടപ്പാടുകളാണ്. ഇതെല്ലാം കൂടി ആലോചിക്കുന്ന സമയത്തൊരു സമാധാന സന്ധി അത്യന്താപേക്ഷിതമാണ്, ഗുണകരമാണ് ഖുറൈശികൾക്ക് എന്നൊരു ചിന്തയാണ് മക്കയിലെ ചിന്തിക്കുന്ന ആളുകൾക്ക്, വിവേകത്തോടുകൂടി ചിന്തിക്കുന്നവർക്ക് തോന്നിയത്. മദീനയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവ് തീർത്തും ദുസ്സാധ്യമല്ല, അസാധ്യം ആകുന്ന വിധത്തിലാണ് മദീനയുടെ ഉള്ളിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും ജൂതന്മാരൊക്കെ ഓടിപ്പോയി കഴിഞ്ഞു. അവർ തുരത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി അവർക്കവിടെ നിൽക്കക്കള്ളിയില്ല. ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക്
മക്കയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അവർ പലപ്പോഴും കുറച്ചുകൂടി മൃദുവായിട്ടുള്ള സമീപനം വെച്ച് പുലർത്തണം. മദീനയിലുള്ള തങ്ങളുടെ തന്നെ ആളുകൾ അവർ കുറേശികളാണല്ലോ എന്ന ചിന്ത, ജൂതന്മാരുടെ അസാന്നിധ്യം, ഇതെല്ലാം കൊണ്ടും മുസ്ലിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്രയും വലിയൊരു സുരക്ഷിതത്വ ബോധം കൈവന്നിരിക്കുകയാണ്. ആ സുരക്ഷിതത്വ ബോധം, ആ സുരക്ഷിതത്വ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതം, ആ ജീവിതം മനോഹരമായിരുന്നു. ആ ജീവിതം നുകർന്നു. നബി തിരുമേനിയുടെ ദൗത്യത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൽപ്പന ദൈനംദിന ജീവിതത്തിൽ ഉള്ള വഴിയും മാർഗവും അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദേശോപദേശങ്ങൾ അത് ശിരസാ വഹിച്ചും മുസ്ലിങ്ങൾ അവിടെ സന്തോഷമായിട്ട് മദീനയിൽ അവരുടെ യസ്രീബിൽ കഴിഞ്ഞുകൂടി. അഞ്ചാറ് മാസം അങ്ങനെ യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളുമില്ലാതെ, ഏറ്റുമുട്ടലുകളില്ലാതെ, പ്രകൃതിയുടെ ക്രമക്കേടുകളില്ലാതെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് മാടുമേച്ചും നല്ല രീതിയിൽ അവർക്കവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു. അറബികളെ സംബന്ധിച്ചിടത്തോളം അന്നോളം അപരിചിതമാണ് ഒരു ക്രമത്തിലുള്ള ജീവിതം, അടക്കം ചിട്ടയോടുകൂടിയുള്ള ജീവിതം. അങ്ങനെ ക്രമത്തോടുകൂടി അടക്കം ചിട്ടയോടും കൂടിയുള്ള സാമൂഹ്യ വ്യവസ്ഥ അതവർക്ക് അപരിചിതമാണ്. ഏതായാലും അങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥ അതിനെ കെട്ടി ഉയർത്താനും അതിനെ സുശക്തമാക്കാനും അതിൻ്റെ സംസ്ഥാപനത്തിനുമായിട്ട് ഈ ഒരു 6 മാസം, സമാധാനപൂർണ്ണമായി കിട്ടിയ 6 മാസം വളരെ നല്ല രീതിയിൽ നബി തിരുമേനി പ്രയോജനപ്പെടുത്തി. ഇസ്ലാമിൻ്റെ ആധിപത്യത്തിന് കീഴിൽ അവിടെ സാവധാനം രൂപം പൂണ്ടുവന്ന ബന്ധങ്ങളുടെ ദൃഢത, അതിൽ ദൃഢബദ്ധമായിട്ടുള്ള അവസ്ഥ, വ്യവസ്ഥാപിതമായിട്ടുള്ള അവസ്ഥ, സമൂഹത്തിന് അത്തരമൊരു അവസ്ഥ ആ സമൂഹത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു ആ സമയത്ത്. അനിസ്ലാമിക കാലഘട്ടം, മക്കയിൽ ഇവരുണ്ടായിരുന്ന കാലഘട്ടം, അന്നൊക്കെ എന്തിനെന്നറിയാതെ അന്ധമായിട്ട് അവരനുസന്ധാനം ചെയ്തിരുന്ന ആചാരങ്ങൾക്ക് രൂപം കൊടുത്ത് പരമ്പരാഗതമായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ അറബികൾക്ക് അത് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, എന്തിനാണ് അവരന്ന് ചെയ്തത് എന്നറിയാതെ ഇന്നും അത് അനുവർത്തിക്കുന്നു. അതാണ് അന്ധവിശ്വാസം. കാലം എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത അന്നങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെ തന്നെ. അങ്ങനെ മുന്നേറിയിരുന്നവരാണ് അറബികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതം, കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, വിവാഹം, അവരുടെ വിവാഹമോചനം, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം, ഈ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന സവിശേഷമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ. മുൻപ് പറഞ്ഞു, എന്നോ എപ്പോഴോ തുടങ്ങി വെച്ചവൻ ആചാരങ്ങൾ, അത് രൂപം കൊടുത്ത നിയമങ്ങൾ, ആ നിയമങ്ങളല്ലാതെ അതൊന്നും നിലവിലുണ്ടായിരുന്നില്ല അവിടെ. ആ നിയമങ്ങളാകട്ടെ പലപ്പോഴും സ്വതന്ത്രമായിട്ടുള്ള യാതൊരു അടക്കുകളില്ലാതെ, ചിട്ടകളില്ലാതെ, ക്രമമില്ലാതെ സ്വച്ഛന്തമായിട്ടുള്ള ജീവിതം, തോന്നിയ പോലുള്ള ജീവിതം, അങ്ങനൊരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ചിലരുടെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ ശക്തപ്പെട്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അവരുടെ അടിമകളായിട്ട് തീരും.
അടിമകളും ഉടമകളും എന്ന സംവിധാനം കൂടി ഉണ്ടാകും. ധനവാനും ദരിദ്രനുമെന്ന് അവസ്ഥ അവിടെ സംജാതമായി തീരും. പക്ഷേ ഇസ്ലാമിക അടിസ്ഥാനത്തിലുള്ള ഒരു നിയമസംഹിത അത് ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് സ്വച്ഛന്തമായിട്ടുള്ള ജീവിതവൃത്തിയെ അത് അംഗീകരിക്കുന്നില്ല. സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള തോന്നിവാസ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ അവസ്ഥ അത് അനുശാസിക്കുന്നില്ല. അങ്ങനെ ഒരു നിയമസംഹിത അന്ന് രൂപം കൊണ്ടിരുന്നില്ല. അതിനാൽ വളർന്നു വരുന്ന ഇസ്ലാമിക സമൂഹത്തെ ഇസ്ലാം തന്നെ വ്യവസ്ഥാപിതമാക്കണം. പേർഷ്യ അതുപോലെ റോമൻ, ഈജിപ്ഷ്യൻ നാഗരികതകളെ ഉടച്ചു വാർക്കാൻ പോകുന്ന ഒരു നൂതന സംസ്കാരം, ആ നൂതന സംസ്കാരത്തിൻ്റെ വിത്ത് പാകാൻ അധികം താമസിയാതെ തന്നെ അത് കളമൊരുക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർണ്ണമാക്കി തരികയും എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിട്ട് തൃപ്തിപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തോളം അനുക്രമം വളർന്നു വരുന്നതും ഇസ്ലാമിൻ്റെ മുദ്രയണിഞ്ഞതുമായിട്ടുള്ള നാഗരികതയ്ക്ക് ഇത് വഴിയും മാർഗവും ഉണ്ടാക്കി വെക്കട്ടെ. ഒരു പ്രധാന വിഷയം സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അത് ആ കാലഘട്ടത്തിന് നബി തിരുമേനിയുടെ ആ ഒരു കാലഘട്ടത്തിൽ, മദീന ജീവിത കാലഘട്ടത്തിൽ അത് വലിയൊരു ചിന്താർഹമായിട്ടുള്ള വിഷയമായിരുന്നു. വലിയ രീതിയിൽ സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെയാകണമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ജാഹിലിയ കാലഘട്ടം, ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ നാഗരികതയും അറബികളുടെ അപരിഷ്കൃത ജീവിതവും സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ജാഹിലിയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മക്ക അതുപോലെ മദീന തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ അപരിഷ്കൃതമല്ലാത്ത ജീവിതം നിലനിന്നിരുന്നുവോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും വിവാദ വിഷയമാണ്. അവരെന്തോ ആകട്ടെ, ഒരു കാര്യം തീർച്ചയാണ്, ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അന്നത്തെ അറേബ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനം അത് തീർത്തും ലൈംഗികത മാത്രമായിരുന്നു. അതൊരു സത്യമാണ്. അക്കാലത്തെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള ചരിത്രരേഖകൾ അത് തെളിവുകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളും അതിനുള്ള തെളിവുകളാണ്. ഗോത്രകുലങ്ങളുടെ പദവിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കാവുന്ന ചില ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് ഇതിലുണ്ടാകുക. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സ്ത്രീ പുരുഷ ബന്ധം നിലനിൽക്കുന്നത്, സ്ത്രീ പുരുഷ ബന്ധം ഗണിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്, അതിൻ്റെ നില എവിടെയെന്ന് കണക്ക് കൂട്ടുന്നത് ലൈംഗികതയിലായിരുന്നു. പ്രാകൃത മനുഷ്യൻ്റെ ആ ഒരു പ്രകൃതം, അതിൽ നിന്ന് അവർ ഒട്ടും പുരോഗമിച്ചില്ല എന്നുള്ളതാണ് സത്യം. ജാഹിലിയ കാലഘട്ടത്തിലെ അറബി വനിതകൾ അവർ അല്പസ്വല്പമൊക്കെ അവരുടെ സൗന്ദര്യ പ്രദർശനം, ചിലപ്പോൾ അല്പസ്വല്പം നഗ്നതാ പ്രദർശനം അതൊക്കെ നടത്തുക പതിവായിരുന്നു. മരുഭൂമിയുടെ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ ഒറ്റയ്ക്കും അവരെ കൂട്ടായിട്ടും അവരുടെ മാനുഷികമായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. യുവാക്കളല്ലാത്തവരുമായിട്ട് സ്ത്രീകൾ അന്ന് സ്വതന്ത്രമായിട്ട്, അന്നത്തെ രീതി അതാണ്, സ്വതന്ത്രമായിട്ട് ഇടപെടും, സ്വതന്ത്രമായിട്ട് കലരും.
അതുപോലെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആസ്വാദ്യകരമായിട്ടുള്ള രസമുളവാക്കുന്ന ശൃംഗാര സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിന്, അവരെ വികാര വിവശരായിട്ട് പെരുമാറുന്നതിന് അതിലൊന്നും ആരും ഒരു കുഴപ്പവും അക്കാലത്ത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്യന്തം വളരെയധികം ഗൗരവതരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, വളരെ ഭീതിജനകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, യുദ്ധ സന്ദർഭങ്ങളിൽ പോലും അവർ ആടിപ്പാടാറുണ്ട്, പരസ്യമായിട്ട് ശൃംഗാര ഗീതങ്ങൾ ആലപിക്കാറുണ്ട്. അതായിരുന്നു ആ കാലഘട്ടത്തിലെ സ്ഥിതി. അൽഹംദുലില്ലാഹ്.